ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബിസിനസ് ഗ്രൂപ്പുകളിലൊന്നായ അദാനി ഗ്രൂപ്പ്സിന്റെ ഷെയറുകൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് 23% ഇടിവുണ്ടായതായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അമേരിക്കയിലെ ഒരു റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫേം ആയിട്ടുള്ള ഹിൻഡൻബർഗ് പുറത്തുവിട്ട അദാനി ഗ്രൂപ്പ് ഹൗ ദ വേൾഡ്സ് തേർഡ് റിച്ചസ്റ്റ് മാൻ ഈസ് പുള്ളിംഗ് ദ ലാർജസ്റ്റ് കോൺ ഇൻ കോർപ്പറേറ്റ് ഹിസ്റ്ററി എന്ന റിപ്പോർട്ടിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു ഇടിവ് കാണാൻ സാധിക്കുന്നത്. സോ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ ഭാഗമായി അദാനി ഗ്രൂപ്പിൻ്റെ ഷെയർ പ്രൈസിൽ ഇങ്ങനെ ഒരു ഇടിവുണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാം? ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ആദ്യം തന്നെ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഫേം ആണെന്നാണ് അവരെക്കുറിച്ച് തന്നെ പറയുന്നത്. അവർ ഷോർട്ട് സെല്ലിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്? ഗെയിം സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ ഷോർട്ട് സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ ഇന്നത്തെ വില 100 രൂപയാണ്. പക്ഷെ നമുക്ക് കൃത്യമായിട്ടറിയാം വരുന്ന ദിവസങ്ങളിൽ ഈ ഷെയറിൻ്റെ വില താഴേക്ക് പോവുകയാണ്, 50 രൂപ 40 രൂപയ്ക്കായി മാറാൻ പോവുകയാണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമുക്ക് ഇന്ന് ഈ കമ്പനിയുടെ ഷെയറുകൾ വിൽക്കാനും അതിൻ്റെ വില കുറഞ്ഞു കഴിയുമ്പോൾ അത് വാങ്ങാനും ലഭിക്കുന്ന ഒരു അവസരത്തിനെയാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് സിമ്പിളായിട്ട് പറയാൻ സാധിക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, സിമ്പിളായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ഷെയർ നമ്മൾ വിറ്റ വില എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കുക. എന്നാൽ നമ്മളിത് പിന്നീട് വാങ്ങുന്നത് ഒരു 50 രൂപയ്ക്കാണെങ്കിൽ ഒരു ഷെയറിൽ നിന്നും നമുക്ക് 50 രൂപ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. സോ ഇതിനെയാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഷോർട്ട് സെല്ലിങ്ങിലാണ് ഈ കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കാണാം. അതായത് കമ്പനികളുടെ സ്റ്റോക്കുകളുടെ വില മുകളിലേക്ക് പോകുമ്പോഴല്ല, ആ സ്റ്റോക്കുകളുടെ വില താഴേക്ക് പോകാൻ സാഹചര്യമുള്ളപ്പോഴാണ്, അല്ലെങ്കിൽ താഴേക്ക് പോകുമ്പോഴാണ് ഇത്തരം കമ്പനികൾ ലാഭം ഉണ്ടാക്കുന്നത് എന്ന് കാണാം. അപ്പോൾ ഇവർ ഷോർട്ട് സെല്ലിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിസർച്ച് ഫേം ആണ് എന്ന് പറയുന്നു. അപ്പോൾ എന്ത് തരത്തിലുള്ള റിസർച്ചാണ് അവർ ചെയ്യുന്നത്? വൾണറബിൾ ആയിട്ടുള്ള കമ്പനികൾ, അതായത് മാൽ പ്രാക്ടീസ് നടത്തുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാം റൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ഭാവിയിൽ പെർഫോമൻസ് എല്ലാം മോശമായി താഴേക്ക് പോകാൻ സാധ്യതയുള്ള കമ്പനികൾ, ഇത്തരം കമ്പനികളെക്കുറിച്ച് അവർ റിസർച്ച് നടത്തുകയും ആ കമ്പനികളിലേക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ആ കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോകുമ്പോൾ അവിടെ ഷോർട്ട് സെല്ലിംഗ് നടത്തി ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്നത്. സോ ഇവർ ഇന്നോ ഇന്നലെയോ ഈ പരിപാടി തുടങ്ങിയവരല്ല. കഴിഞ്ഞ 3 വർഷക്കാലത്തെ ഇവരുടെ ചില ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട 30ഓളം കമ്പനികൾ, ട്വിറ്ററും ടെസ്ലയും അടക്കമുള്ള 30ഓളം കമ്പനികൾക്കെതിരെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടാൻ അവർക്ക് സാധിക്കുകയും അതിൻ്റെ ഭാഗമായി ഇത്തരം കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോവുകയും അതിനകത്ത് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി നിക്കോള എന്ന് പറഞ്ഞുള്ള ഒരു കമ്പനിയായിരുന്നു. ചെറിയ ട്രക്കുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയായിരുന്നു അത്. സോ അവരവരുടെ ട്രക്കുകളുടെ പെർഫോമൻസിനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ സ്റ്റോക്ക് പ്രൈസ് ഒരുപാട് മുകളിലേക്ക് പോവുകയും ചെയ്തു. ഇത് ഈ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി കണ്ടുപിടിക്കുകയും അവർക്കെതിരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്തു. അങ്ങനെ $34 ബില്യൺ നെറ്റ് വർത്തുണ്ടായിരുന്ന ആ കമ്പനിയുടെ ഇപ്പോഴത്തെ വർത്ത് എന്ന് പറയുന്നത് വെറും $1.3 ബില്യൺ മാത്രമാണ്. സോ ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റികൾ ഇവർ പിൽക്കാലത്ത് ചെയ്തിട്ടുണ്ട് എന്ന് കാണാം. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഹിൻഡൻബർഗ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വരുന്നത്. ഒന്നാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് ഇവർ മാൽ പ്രാക്ടീസ് നടത്തുകയാണ്. അതായത് കമ്പനികൾക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് ഈ കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസ് മനഃപൂർവ്വം താഴേക്ക് കൊണ്ടുവന്ന് അതിനകത്തുനിന്ന് ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് എന്ന് ഒരു പറ്റം ആളുകൾ പറയുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു ഇരയായിട്ട് അദാനി ഗ്രൂപ്പിനെ മുന്നോട്ട് വെക്കുന്ന ആളുകളുണ്ട്. എന്നാൽ മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഇവർ കൃത്യമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഇതുപോലെ വൾണറബിലിറ്റീസ് ഉള്ള അല്ലെങ്കിൽ സ്കാമുകൾ നടത്തുന്ന കമ്പനികളെ വെളിച്ചത്ത് കൊണ്ടുവന്ന് ലെജിറ്റിമേറ്റ് ആയിട്ട് അതിനകത്ത് ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് എന്നുള്ളൊരു അഭിപ്രായവും മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 അഭിപ്രായങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇവർ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏകദേശം 32,000ഓളം വാക്കുകളിലധികം ഈ റിപ്പോർട്ടിലുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 88ഓളം ചോദ്യങ്ങൾ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പ് വളരെ കുറഞ്ഞ കാലം കൊണ്ട് വലിയൊരു സമ്പത്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2020 ശേഷം, അതായത് കഴിഞ്ഞ 3 വർഷം കൊണ്ടാണ് അദാനി ഗ്രൂപ്പിന് ഇത്രയും വലിയൊരു വളർച്ച ഉണ്ടായത്. നമുക്ക് പബ്ലിക് ഡൊമൈനിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്റ്റോക്കുകളുടെ മൂല്യം 12 ഇരട്ടി മുതൽ 20 ഇരട്ടി വരെ വർദ്ധിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൻ്റെ ചെയർമാനും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥരുമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ പേഴ്സണൽ വെൽത്ത്, അവരുടെ സ്വകാര്യ സമ്പത്തിലും ഏകദേശം 85% വർധനമാണ് കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, 2020 എന്ന് പറയുന്നത് കോവിഡ് ലോകത്ത് വലിയ വിനാശങ്ങൾ വിതച്ചൊരു വർഷമാണ്. ലോകത്തിലെ പല സ്റ്റോക്ക് മാർക്കറ്റുകളും അതുപോലെ തന്നെ പല പ്രധാനപ്പെട്ട ബിസിനസ്സുകളും തകർന്നടിഞ്ഞ ഒരു കാലത്ത് പോലും
ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അദാനി എൻ്റർപ്രൈസിന് കീഴിലുള്ള കമ്പനികൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ലാഭം ഉണ്ടാക്കുന്നത്? ഈ ഒരു ബിസിനസ് ഗ്രൂപ്പിന് കീഴിലുള്ള പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം ഉടമസ്ഥന്മാർ ഈ ഒരു ഫാമിലിയിലുള്ളവരാണ് എന്ന് നമുക്ക് കാണാം. ആ ഒരു ഫാമിലിയിലുള്ള ആളുകളുടെ നെറ്റ് വർത്ത് കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് $120 ബില്യൺ ആയിരിക്കുകയാണ്. അതിലൊരു $100 ബില്യൺ വളർച്ചയും ഉണ്ടായിരിക്കുന്നത് ഈ 3 വർഷക്കാലം കൊണ്ടാണ് എന്ന് കാണാം. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും ഈ കമ്പനിയും ഇതിലെ ആളുകളും എങ്ങനെയാണ് ഇത്രയധികം ലാഭം ഉണ്ടാക്കുന്നത്? ഈ ഒരു ചോദ്യം ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്, ഏതൊരു സാധാരണക്കാരൻ്റെയും ഉള്ളിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഈ വളർച്ചയ്ക്ക് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു ഡെറ്റ് ഫ്യൂവൽഡ് ഗ്രോത്ത് ആണ് എന്നാണ്. അതായത് ഈ കമ്പനി പടിപടിയായി വളരുന്നതിന് പകരം വലിയ രീതിയിലുള്ള കടം പുറത്തുനിന്ന് എടുത്തതിന് ശേഷം ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കമ്പനികളും അതുപോലെ തന്നെ ഇവരുടെ സ്വത്തും മറ്റു കാര്യങ്ങളും എല്ലാം വളരുന്നത് എന്നാണ്. അപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഗർ കാണാം. ഈ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അതായത് ഈ കമ്പനിയുടെ കയ്യിൽ ഇപ്പോഴുള്ള അവരുടെ സ്വത്തുക്കൾ അതിനെ ഈ കമ്പനിയുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഈ കമ്പനി എടുത്തിട്ടുള്ള കടങ്ങൾ അല്ലെങ്കിൽ ലയബിലിറ്റീസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറണ്ട് റേഷ്യോ കിട്ടുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ കറണ്ട് റേഷ്യോ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കമ്പനി എടുത്തിട്ടുള്ള കടങ്ങളുടെ അത്രയും അസറ്റ് ആ കമ്പനിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ കമ്പനിയുടെ കയ്യിലുള്ള കടങ്ങളെല്ലാം അതിന് പെട്ടെന്ന് തന്നെ വീട്ടാൻ സാധിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി കറണ്ട് റേഷ്യോ 1 മുകളിലാണെങ്കിൽ ഈ കമ്പനി എടുത്തിട്ടുള്ള കടങ്ങളെക്കാൾ കൂടുതൽ സ്വത്ത് ഈ കമ്പനിയുടെ കയ്യിലുണ്ട് എന്നാണ് അർത്ഥം. എന്നാൽ ഈ കറണ്ട് റേഷ്യോ 1 താഴെയാണെങ്കിൽ ഈ കമ്പനിയുടെ കയ്യിലുള്ള ടോട്ടൽ അസറ്റിനേക്കാൾ കൂടുതലാണ് ഈ കമ്പനിയുടെ ലയബിലിറ്റീസ് എന്നാണ്. ഇപ്പോൾ നമ്മൾ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 7 കമ്പനികൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 7 കമ്പനികൾ നോക്കുകയാണെങ്കിൽ അതിൽ 5 എണ്ണത്തിൻ്റെയും കറണ്ട് റേഷ്യോ 1 താഴെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിൽ തന്നെ ഒരു ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ അദാനി ഗ്രീൻ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 0.5 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടോട്ടൽ അസറ്റിൻ്റെ ഇരട്ടിയാണ് അവരെടുത്തിട്ടുള്ള കടം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കടം എടുത്തിട്ടുള്ള ഒരു വളർച്ചയായതുകൊണ്ട് ഇത് സസ്റ്റൈനബിൾ ഗ്രോത്ത് അല്ല എന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഒരു കാര്യം പറയുന്നത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് മാത്രമല്ല, 2022 ഓഗസ്റ്റിൽ തന്നെ ഫിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പ്സുമായി ബന്ധപ്പെട്ടിട്ട് അവർ കടമെടുത്ത് അല്ലെങ്കിൽ ഡെറ്റ് ഫ്യൂൾഡ് ഗ്രോത്ത് ആണ്, അത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അദാനി ഗ്രൂപ്പ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരൊരു FPO പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് കാണാം. ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്നാണ് പറയുന്നത്. അതായത് അവരുടെ പല കമ്പനികളുടെയും ഷെയറുകൾ ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ലഭ്യമാണ്, പബ്ലിക്കിന് അവൈലബിൾ ആണ്. എന്നാൽ ആ ഷെയറുകൾ മുഴുവൻ പബ്ലിക്കിന് അവൈലബിൾ അല്ല, കുറേയും ഇപ്പോഴും ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ കമ്പനിയുടെ ഓണേഴ്സിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഓണർമാരുടെ കയ്യിലുള്ള ഷെയറുകളുടെ മറ്റൊരു ഭാഗവും കൂടി ഇവർ പബ്ലിക്കിന് അവൈലബിൾ ആക്കുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നതിനെയാണ് ഈ ഫോളോ ഓൺ പബ്ലിക് ഓഫർ അല്ലെങ്കിൽ FPO എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനികൾ ഇത്തരത്തിലുള്ള FPOസുമായിട്ട് മുന്നോട്ട് വരാൻ പല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത് അവരുടെ കടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് FPO വഴി കിട്ടുന്ന പൈസ കടങ്ങൾ വീട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. അപ്പോൾ അദാനി ഗ്രൂപ്പ് ഇങ്ങനെയുള്ളൊരു FPO മൂവിലേക്ക് പോകുന്നതും അവരുടെ ഈ കടത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇനി അദാനി ഗ്രൂപ്പിൻ്റെ ഷെയറുകളുടെ വില വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു പ്രശ്നമായി റിപ്പോർട്ട് പറയുന്നതാണ് ഒരു ഫ്ലോട്ട് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനി ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഫ്ലോട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പനി ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഷെയറുകൾ പബ്ലിക്കിന് വാങ്ങാനുള്ള അവസരം ഉണ്ടെങ്കിലും അതിലെ എല്ലാ ഷെയറുകളും പബ്ലിക്കിന് ലഭിക്കുകയില്ല, കുറച്ച് കമ്പനിയുടെ പ്രൊമോട്ടർമാരുടെ അല്ലെങ്കിൽ ഓണർമാരുടെ കയ്യിലിരിക്കും എന്ന് പറഞ്ഞു. സോ ഓണർമാരുടെ കയ്യിലിരുന്നിട്ട് ബാക്കി എത്ര ശതമാനം പബ്ലിക്കിന് അവൈലബിൾ ആണ് എന്ന് പറയുന്നതിനെയാണ് ഒരു ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ എനിക്കൊരു കമ്പനിയുണ്ട്, ഈ കമ്പനിയുടെ 50% ഷെയറുകൾ എൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ട് ബാക്കി 50% ഷെയറുകൾ മാത്രമേ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ട് പബ്ലിക്കിന് കൊടുക്കുന്നുള്ളൂ എങ്കിൽ 50% ഈ കമ്പനിയുടെ ഫ്ലോട്ട് എന്ന് നമുക്ക് പറയാം. ഇനി ഈ അദാനി ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിന് കീഴിൽ വരുന്ന ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള കമ്പനികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം കമ്പനികളുടെയും ഏകദേശം 75% സ്റ്റോക്കുകൾ ഇതിൻ്റെ ഓണർമാരുടെ അല്ലെങ്കിൽ പ്രൊമോട്ടർമാരുടെ കയ്യിലാണ് എന്ന് കാണാം. അതായത് വെറും 25% സ്റ്റോക്കുകൾ മാത്രമാണ് ഫ്ലോട്ടായിട്ട് പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 25% എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഖ്യയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അവരാണ് നമ്മുടെ ഷെയർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ സെബിയുടെ നിയമപ്രകാരം മിനിമം 25% ഷെയറുകളെങ്കിലും ഫ്ലോട്ടായിട്ട് ഈ പറഞ്ഞുള്ള രീതിയിൽ പബ്ലിക്കിന് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഏറ്റവും മിനിമം പെർസെൻറ്റേജിലാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നതെന്ന് കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോട്ടുമായിട്ട് അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്? ഇപ്പോൾ ഞാൻ പല വീഡിയോകളിലും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതാണ്, ഷെയർ മാർക്കറ്റുകളിൽ ഒരു ഷെയറിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ ഡിമാൻഡും സപ്ലൈയും അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ഷെയർ ഒരുപാട് ആളുകൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വില മുകളിലേക്ക് പോവുകയും ചെയ്യും. നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും, ഒരുപാട് ആളുകൾ ഷെയർ വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കുറയുകയും വില താഴേക്ക് പോവുകയും ചെയ്യും.
അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകളിലെല്ലാം അദാനിയുടെ സ്റ്റോക്കുകൾക്ക് നല്ല രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നു. പല കാര്യങ്ങൾ കൊണ്ട് ഡിമാൻഡ് ഉയർന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷേ സപ്ലൈ വളരെ കുറവായിരുന്നു. കാരണം 75% സ്റ്റോക്കുകളും പ്രൊമോട്ടർമാരുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. അവരത് വിൽക്കണ്ട എന്ന് തീരുമാനിച്ചാൽ അത് ആർക്കും വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഡിമാൻഡ് കൂടി വരുന്നു, എന്നാൽ ഷെയർ മാർക്കറ്റിൽ സപ്ലൈ ഇല്ല. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഷെയറുകളുടെ എല്ലാം വില സ്കൈ റോക്കറ്റ് ചെയ്യുന്നു, വളരെ നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ ഇല്ലീഗലായിട്ട് ഒന്നുമില്ല എന്ന് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ അദാനി ഗ്രൂപ്പ് ഒരു സ്കാം റൺ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കമ്പനി, ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണ്, അദാനി ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയുടെ 75% സ്റ്റോക്കുകളും പ്രൊമോട്ടർമാരുടെ കയ്യിലാണ്. 25% മാത്രമാണ് ഫ്ലോട്ടായിട്ട് പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ ഈ 25% സ്റ്റോക്കുകളുടെയും ഭൂരിഭാഗം സ്റ്റോക്കുകളും കൈയടക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് മൗറീഷ്യസ്, കെയ്മാൻ ഐലൻഡ്സ് പോലെയുള്ള സ്ഥലങ്ങളിലെ ചില കമ്പനികളാണ് എന്ന് കാണാം. എന്താണ് ഈ മൗറീഷ്യസ്, കെയ്മാൻ ഐലൻഡ്സ് പോലെയുള്ള സ്ഥലങ്ങളുടെ പ്രത്യേകത? ടാക്സ് ഹേവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ധനവാന്മാർ പണം ഒളിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഈ കള്ളപ്പണം കൊണ്ടുപോകുന്നതിനൊക്കെ ആയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ചില സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തുടങ്ങുന്ന ഭൂരിഭാഗം കമ്പനികളും ഷെൽ കമ്പനികളായിരിക്കും. എന്ന് പറഞ്ഞാൽ പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സ്കാമുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പനികളായിരിക്കും അവിടെ ഉള്ളത്. സോ അത്തരം കമ്പനികളിൽ ഈ പറഞ്ഞിട്ടുള്ള ഷെയറുകളുടെ ഭൂരിഭാഗവും വന്ന് നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു 75% ഷെയറുകളും പ്രൊമോട്ടർമാരുടെ കയ്യിലാണ്. അതൊരിക്കലും പബ്ലിക്കിന് വാങ്ങാൻ പറ്റുന്നില്ല. ഒരു 15% ഷെയറുകൾ ഇത്തരത്തിലുള്ള ഷെൽ കമ്പനികളുടെ കയ്യിലാണെന്ന് വിചാരിക്കുക. 75ഉം 15ഉം കൂടി 90%. ബാക്കി 10% ഷെയറുകൾ മാത്രമാണ് റിയലായിട്ട് ഫ്ലോട്ടായിട്ട് ആളുകൾക്ക് വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കുന്ന അവസ്ഥയിലുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള ഷെയറുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് ഈ കമ്പനികളുടെ ഷെയറുകളുടെ ഡിമാൻഡിൽ ചെറിയൊരു വർധനം ഉണ്ടായാൽ പോലും സപ്ലൈ തീരെ ഇല്ലാത്തതുകൊണ്ട് ആ ഡിമാൻഡ് 10 മടങ്ങ് വർദ്ധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഷെയർ പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറയുന്നത്, ഇപ്പോൾ മൗറീഷ്യസ് ആസ്ഥാനമായിട്ടുള്ള മോണ്ടിസോറ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുണ്ട്. ആ കമ്പനിക്ക് 5 ഉപകമ്പനികളാണുള്ളത്. ഈ 5 ഉപകമ്പനികളും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളാണ്, ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. ഈ കമ്പനികളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 150-160 ബില്യൺ അമേരിക്കൻ ഡോളറുകളാണ്. അത്രയും വലിയ ക്യാപിറ്റലുള്ള കമ്പനികളാണ്. ഈ ക്യാപിറ്റലിൻ്റെ 90%-ലധികവും ഈ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോക്കുകളിലാണ് എന്ന് കാണാം. ഇനി ഇതേ മോണ്ടിസോറ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഉടമസ്ഥരുമായിട്ട് അദാനി ഫാമിലിക്ക് ഫൈനാൻഷ്യലായിട്ടും മാത്രമല്ല വിവാഹം പോലെയുള്ള ബന്ധങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട് എന്നും ഈ റിപ്പോർട്ട് തുറന്നു കാണിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് കൂട്ടി യോജിപ്പിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി സെബിയുടെയൊക്കെ മാൻഡേറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് 25% ഫ്ലോട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് പറയുന്നു. ആ 25%-ൻ്റെ ഭൂരിഭാഗവും ഇതേ കമ്പനിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ഷെൽ കമ്പനികളുടെ കീഴിലാണെന്ന് കാണാൻ കഴിയും. അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ പബ്ലിക്കിൻ്റെ കയ്യിലുള്ള ഷെയറുകളുടെ എണ്ണം വളരെയധികം കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ സപ്ലൈ കുറച്ചുകൊണ്ട് ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ വ്യത്യാസത്തെ പോലും സ്റ്റോക്ക് പ്രൈസിലെ വലിയൊരു വർധനവാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സ്റ്റോക്ക് പ്രൈസിൽ വർധന ഉണ്ടാകുമ്പോൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഷെയറുകളിൽ മാത്രമല്ല ഈ കമ്പനിയുടെ കയ്യിലിരിക്കുന്ന എല്ലാ ഷെയറുകളുടെയും വില വർദ്ധിക്കും. അപ്പോൾ ഭൂരിഭാഗം ഷെയറുകളും കമ്പനിയുടെ ഉടമസ്ഥരുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അവരുടെ നെറ്റ് വർത്ത് അല്ലെങ്കിൽ അവരുടെ സ്വത്തിലും വലിയ വർധനവുണ്ടാകും. ഇതാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് ആരോപിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവിടുന്ന മറ്റൊരു ആരോപണം, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല ആളുകളുടെയും പാസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഷെയ്ഡിയാണ്. അതായത് പല സ്കാമുകളിലും പല കേസുകളിലും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകൾ തന്നെയാണ്, അല്ലെങ്കിൽ അറസ്റ്റിലാകപ്പെടുകയും കേസ് അന്വേഷണം നേരിടുകയും ചെയ്യുന്ന ആളുകളാണ് ഈ കമ്പനിയിൽ പ്രവർത്തിക്കുന്നത് എന്നാണ്. വജ്ര കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ ടാക്സ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കേസുകൾ നടക്കുന്ന പല ആളുകളും ഈ കമ്പനിയുടെ ഓണർമാരുടെ നിരയിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഷെയറുകൾ പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചേതൻ പരേഖ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഈ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പമ്പ് ആൻഡ് ഡംപ് സ്കാം നടത്തിയിട്ട് അത് തെളിയിക്കപ്പെട്ടിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും സെബി ബാൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ചേതൻ പരേഖ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ തന്നെ സുജേത ദലാൽ ട്വീറ്റ് ചെയ്തിരുന്നു. ഹർഷത് മെഹ്തയുടെ സ്കാം പുറത്തു കൊണ്ടുവന്ന ആളാണ് സുജേത ദലാൽ എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങളെല്ലാം ഈ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള സ്കാമുകളുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഉപയോഗിക്കുകയാണ്. ഇനി ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദാനി ഗ്രൂപ്പുകളിലുള്ള കമ്പനികളുടെ ഓഡിറ്റിങ്ങിലും ഒരുപാട് കുഴപ്പമുണ്ട് എന്നാണ്. അദാനി ഗ്രൂപ്പിലെ കമ്പനികളുടെ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് ഒരു പ്രവൃത്തി പരിചയവും ഇല്ലാത്ത, ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത പുതിയ ചില ഓഡിറ്റിംഗ് ഫേമുകളെയാണ് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിന് ചില ഉദാഹരണങ്ങൾ അവർ പറയുന്നുണ്ട്. വെറും 4 പേര് മാത്രം ജോലി ചെയ്യുന്ന ഒരു സീനിയർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും
കഴിഞ്ഞ കൊല്ലങ്ങളിൽ പാസ്സായിട്ടുള്ള 3 ചാർട്ടേഡ് അക്കൗണ്ടന്മാരുമുള്ള ഒരു ചെറിയ സ്ഥാപനമാണ് ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ഇടപാട് നടന്ന ഈ കമ്പനിയുടെ ഓഡിറ്റിംഗ് നടത്തുന്നത് എന്നുള്ളതും സംശയകരമായിട്ടുള്ള ചില കാര്യങ്ങളായിട്ട് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇതുപോലെ അദാനി ഗ്രൂപ്പിലെ കമ്പനികളും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സ്റ്റോക്ക് പ്രൈസിന്റെ വളർച്ചയ്ക്കായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഏതാനും ചില പോയിന്റുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ആ റിപ്പോർട്ട് പബ്ലിക്കലി അവൈലബിൾ ആണ്. നിങ്ങൾക്കത് വായിക്കാൻ താല്പര്യമുള്ളവർ വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പുറത്ത് വന്നപ്പോൾ ഈ കമ്പനിയുടെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ കമ്പനിയുടെ ഷെയറുകളുടെ ഡിമാൻഡ് താഴേക്ക് പോവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് അദാനി ഗ്രൂപ്പിന് സംഭവിക്കുകയും ചെയ്തത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ പുറത്ത് വന്ന് ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദാനി ഗ്രൂപ്പ് ഇതിനോട് പ്രതികരിച്ചു. ഇതെല്ലാം ഒരു വസ്തുതയുമില്ലാത്ത ആരോപണങ്ങളാണ്, അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്കെതിരെ കേസ് നടത്തി ഇവരെ സ്യൂ ചെയ്യുമെന്നുള്ളൊരു നിലപാടാണ് അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു നിലപാട് അദാനി ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചപ്പോൾ അതിനെതിരെ ഈ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേം പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് കേസുമായിട്ട് മുന്നോട്ട് പോകാം, നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ അമേരിക്കയിലെ കോടതികളിൽ നടത്തണമെന്നാണ്. കാരണം അമേരിക്കയിലെ കോടതികളിൽ കേസുകൾ നടത്തുമ്പോൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള പല പ്രധാനപ്പെട്ട രേഖകളും മുന്നോട്ട് വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു ചലഞ്ചാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ ഇത്തരത്തിൽ ഈ സാഹചര്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ അദാനി ഗ്രൂപ്പിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഇനിയും താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് എന്തെല്ലാം ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഏറ്റവും പ്രധാനമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന ഒരു കമ്പനി തന്നെയാണ് അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ലോകത്തിലെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും ബിസിനസ്സുകളും എല്ലാം കോവിഡിൻ്റെ ഭാഗമായിട്ട് തകർച്ചയെ നേരിട്ടപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പിടിച്ചു നിൽക്കുന്നതിൻ്റെ പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അദാനി ഗ്രൂപ്പിലെ കമ്പനികളുടെ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അവരുടെ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖല അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെയൊക്കെ ചെറിയ രീതിയിൽ ബാധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യൻ ബാങ്കുകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഡെറ്റ് ഫ്യൂവൽഡ് ഗ്രോത്ത് ആണ് അദാനി ഗ്രൂപ്പിൻ്റെതെന്ന്. അതായത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട വലിയ വലിയ ബാങ്കുകളിൽ നിന്നൊക്കെ ഈ ഗ്രൂപ്പ് ഒരുപാട് കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോകുമ്പോൾ അവരുടെ അസറ്റിൻ്റെ വലിയൊരു ഭാഗമാണ് ഇല്ലാതാവുന്നത്. സോ ഇന്ത്യൻ ബാങ്കുകൾക്ക് ഈ കടം തിരിച്ചു കിട്ടുമ്പോൾ ബാങ്കുകൾക്ക് ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇനി അത് മാത്രമല്ല, ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ പല പോർട്ട്ഫോളിയോകളിലും ഈ അദാനി ഗ്രൂപ്പിൻ്റെ സ്റ്റോക്കുകൾ ഇല്ലായിരുന്നു എന്ന് കാണാം. വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് ഈ ഒരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സോ ഈ സ്റ്റോക്കുകളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഫ്ലോട്ട് ഇല്ലാത്തത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിലെ ഭൂരിഭാഗം മ്യൂച്വൽ ഫണ്ടുകളിലും അദാനി ഗ്രൂപ്പിൻ്റെ വലിയൊരു സ്വാധീനമില്ലായിരുന്നു. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളെ നേരിട്ട് ഈ ഒരു പ്രശ്നം ബാധിക്കാനുള്ള സാഹചര്യം കുറവാണെന്നാണ് പറയുന്നത്. സോ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു, ഈ ആരോപണങ്ങളുടെ ഭാഗമായിട്ട് എങ്ങനെയാണ് അദാനി ഗ്രൂപ്പിൻ്റെ കമ്പനികളുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് വന്നത്, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആരോപണങ്ങളും തെളിവുകളും എന്തൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഇതുവരെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് പ്രൂവ് ചെയ്യുന്നിടം വരെ നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് തന്നെ വരും. സോ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.